ഓണം അടുത്തതോടെ സോളാറിന്റെ കാര്യം എല്ലാവരും മറന്നു. എന്നാൽ ഉമ്മൻചാണ്ടി അതൊന്നും മറന്നില്ല. ഹൈക്കമാൻഡിനെ കണ്ട് തന്റെ അവസ്ഥ വിശദീകരിച്ചു. കൂടുതൽ കളിക്കേണ്ടെന്നും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ഹൈക്കമാൻഡ് ചാണ്ടിയോട് പറഞ്ഞു. ഇനി ഉമ്മൻചാണ്ടി പിണറായി സംവാദമാണ്. വിഷയം സോളാർ തന്നെ. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അന്വേഷണം പോലീസല്ല നടത്തേണ്ടത്. പോലീസ് അന്വേഷിച്ചാൽ തെളിവുകൾ പുറത്തു വരില്ല. പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയാൽ ഏത് വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണ പ്രക്രിയയിലൂടെ മാത്രമേ മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തു വരൂ. ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനമായി. സിറ്റിംഗ് ജഡ്ജിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിറ്റിംഗ് ജഡ്ജിയെ തരുന്നതിന് ഹൈക്കോടതി ആദ്യം അതിന് ഒരു വൈമനസ്യം കാട്ടിയപ്പോൾ ഞാൻ തന്നെ നേരിട്ട് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണം. ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. പക്ഷേ കുറ്റം ചെയ്തവർ നിയമത്തിന് മുമ്പിൽ വരണം. അതിന് ഇൻവെസ്റ്റിഗേഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. സരിതയ്ക്ക് അവരുടെ തട്ടിപ്പ് രാജ്യത്താകെ നടത്തുന്നതിന് മുഖ്യമന്ത്രി എഴുതി കൊടുത്ത കത്തുകളായിരുന്നു. എത്ര കത്തുകൾ? അല്ല, പുതുപ്പള്ളി നല്ല എഴുതിയത്. എന്താണിത്? എന്താണ് അതിനൊക്കെ പറയുന്നത്? ഈ ക്യാമറ ഇല്ലായിരുന്നേ പറയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശുപാർശ കത്ത് ഒരു തട്ടിപ്പ് സംഘത്തിന് തങ്ങളുടെ തട്ടിപ്പിന് മറയായി ഉപയോഗിക്കാൻ എങ്ങനെ ലഭിക്കുന്നു? അത് ഓരോ പ്രദേശത്തും ഓരോ ഇതിനും പല വാക്കുകളുണ്ട്. അത് ഒരിടത്ത് വേറെ ചിലയിടത്ത് അത് നല്ല വാക്കായിരിക്കും. ശ്രീധരൻ നായരെ നൽകേണ്ട പണത്തിന്റെ അവസാന ഗഡു 15 ലക്ഷമാണെന്ന് തോന്നുന്നു അപ്പോൾ കൊടുക്കേണ്ടത്. ആ അവസാന ഗഡു റിലീസ് ചെയ്ത് കൊടുത്തു. അത് കിട്ടിയ സന്തോഷമായിരുന്നു. സരിതയും ജോപ്പനും ഒക്കെ പങ്കുവെച്ചത് ആ ഓഫീസിൽ വെച്ച്. അല്ല, അത് വരട്ടെ. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഇനിയും സിറ്റിംഗ് ജഡ്ജിയെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റ് തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. ഇതുപോലൊരു വങ്കത്വം, വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു വിടുവായത്വം. നിങ്ങളുടെ പോലീസ് ബുദ്ധി അനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ കേരളത്തിന് മനസ്സിലാകുന്നില്ല എന്നാണോ? അങ്ങനെ ഒരു ധാരണയാണോ നിങ്ങൾക്കുള്ളത്? അത് അവരും പൂർണ്ണമായും സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ശ്രീധരൻ നായർ പറഞ്ഞിരിക്കുന്നു എന്ന കള്ളം എങ്ങനെ പോലീസ് എഴുതി വെക്കാനിടയായി? പോലീസ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനികള് വളരെ പ്രധാനപ്പെട്ടവരും പോലീസിലെ കേമന്മാരും ഒക്കെ ആയിരിക്കും. യോജിപ്പും ഐക്യവും പരസ്പര ധാരണയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ശ്രീധരൻ നായരുടെ ഈ മൊഴിയെ പരാമർശിക്കണം. 164 അനുസരിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി പരാമർശിക്കണം. കുറ്റം ചെയ്തവർ നിയമത്തിന് മുമ്പിൽ വരണം. അതിന് ഇൻവെസ്റ്റിഗേഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അത് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. അത് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തർക്ക വിഷയം ആകും എന്ന് ഞാൻ തോന്നുന്നില്ല. കേരളം പൊതുവിൽ വിശ്വസിച്ചു ഈ മുഖ്യമന്ത്രി അന്വേഷണം നേടേണ്ടതാണ്, ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് എന്ന് മൊത്തത്തിൽ ജനങ്ങൾ കണ്ടു. ഓക്കെ, കഴിഞ്ഞു എന്ന് മനസ്സിലായി. സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? എല്ലാം കഴിയുമ്പോൾ പരാതിക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ചാണ്ടി സ്റ്റൈലാണ് ഇപ്പോൾ സോളാർ അന്വേഷണത്തിൽ കാണുന്നത്.
ശ്രീധരൻ നായർ എന്തു തെറ്റു ചെയ്തു എന്നല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുക്കാൻ ധൈര്യപ്പെട്ടില്ലേ? അതുകൊണ്ട് സരിതയും ശാലുവുമെല്ലാം ജയിൽ മോചിതരായി സുഖവാസത്തിൽ കഴിയുമ്പോൾ നുണപരിശോധനയും കഴിഞ്ഞ് ശ്രീധരൻ നായരെ പോലുള്ള പരാതിക്കാർ ജയിലിലും ആയാൽ അതിശയിക്കാനില്ല. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കസേര കളി.